കലാകാരൻ മൈക്കലാഞ്ചലോയുടെ വിരൽത്തുമ്പിൽ വിരിഞ്ഞതും എക്കാലത്തെയും പ്രശസ്തി ആർജിച്ചതുമായ വിസ്മയമാണ് പിയാത്ത. സ്വന്തം മകന്റെ തകർക്കപ്പെട്ട മൃതശരീരവുമായി നിസ്സഹായയായി ഏകാകിനിയായി തീർന്ന ഒരു അമ്മയുടെ രൂപം ഇതിൽ നമുക്ക് കാണാം. മറ്റുള്ളവരാൽ ആക്രമിക്കപ്പെട്ട് അതിക്രൂരമായി കൊല ചെയ്യപ്പെടുന്ന മക്കളുടെ മൃതദേഹങ്ങൾക്ക് മുമ്പിൽ അലമുറയിട്ട് കരയുന്ന ബോധരഹിതയായി തീരുന്ന അമ്മമാരെ നാം കണ്ടിട്ടുണ്ടാകാം. എന്നാൽ സർവവും സ്വർഗസ്ഥനായ പിതാവിന് സമർപ്പിച്ച ശേഷം തന്റെ മടിയിൽ മരണ ഉറക്കം ഉറങ്ങുന്ന ഈശോയെ നോക്കി പരിശുദ്ധ അമ്മ ഏങ്ങലടിക്കുന്നില്ല. ആരോടും പരിഭവമോ പരാതിയോ പറയുന്നില്ല. കല്ലറയിൽ സംസ്കരിക്കപ്പെടേണ്ട തന്റെ മകന്റെ മൃതശരീരത്തെ മടിയിൽ കിടത്തി അമ്മ ഒരിക്കൽ കൂടി ചുംബിക്കുന്നു. വിശുദ്ധ മൗനത്തിലൂടെ ദൈവഹിതത്തിന് സ്വയം സമർപ്പിക്കുന്നു. കല്ലറ അഥവാ കുഴിമാടം എന്നത് മനുഷ്യന്റെ എല്ലാ സാധ്യതകളും പ്രതീക്ഷകളും സ്വപ്നങ്ങളും അവസാനിക്കുന്നിടമാണ്. എന്നാൽ നമ്മുടെ പ്രതീക്ഷകളും ആഗ്രഹങ്ങളും ജീവിതം തന്നെയും അവസാനിച്ചു എന്ന് തോന്നുന്ന വിധത്തിലുള്ള സഹനാനുഭവങ്ങൾ ഒന്നിന്റെയും അവസാനമല്ല, മറിച്ച് വലിയ നന്മയെ സ്വീകരിക്കപ്പെടൽ മാത്രമാണ്. സഹനങ്ങളിൽ തളർന്നു പോകാതെ, കല്ലറകളിൽ അടക്കം ചെയ്യപ്പെട്ടവരാകാതെ നമുക്ക് ക്രൂശിതനിലും പരിശുദ്ധ അമ്മയുടെ മടിത്തട്ടിലും അഭയം തേടാം. തകർക്കപ്പെടുന്ന ജീവിതാനുഭവങ്ങളെ സ്വർഗം തുറക്കപ്പെടുന്ന അവസരങ്ങളാക്കി മാറ്റാം.